ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ പക്കോട ഉണ്ടാക്കുന്ന രീതി കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഏത് ശരിയാണ് എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ശരിയാവും, നല്ല പെർഫെക്റ്റായി കിട്ടും. ഒന്ന് കണ്ടു നോക്കിട്ടോ. നമ്മൾ വലിയുള്ളി കുനുകുന അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും മല്ലിയിലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ടുകൊണ്ട് നല്ല പോലെ അങ്ങോട്ട് തിരുമ്പിയെടുക്കട്ടോ. നല്ല പോലെ ആയിട്ട് നമ്മൾ പൊടികൾ ഇട്ടെടുക്കാൻ പറ്റുള്ളൂ. നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ 3 ഗ്ലാസ്സിൽ 3 എടുത്ത് ചീനി 3 വീതം. 1 മൈദ, 2 കടലപ്പൊടി, 3 കോൺഫ്ലവർ ഇട്ടാണ്ട് തൈരും ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു. അത് മിക്സിയിലൊന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചടച്ച് വെച്ചിട്ടോ. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ചിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പക്കോട ആയിട്ട് ഇവിടെ റെഡി. ഇത് കുറച്ചും കൂടെ ഉണ്ടാവുമ്പോഴേ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുക്കണം. അതാണ് അതിലേക്ക് ഏറ്റവും രസം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി, നന്നാവും, എന്തായാലും നന്നാവും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇന്ന് 17ാമത്തെ നോമ്പായില്ലേ? എങ്ങനെ പോണു നോമ്പൊക്കെ? ക്ഷീണമുണ്ടോ? കുഴക്കുണ്ടോ? പിന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കല്ലിട്ടോ. നിങ്ങൾ തന്നെയാണ് നമ്മളെ വിജയം. ഇവിടം വരെ എത്തിച്ചതും നിങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളാരും മറക്കില്ലേ. അങ്ങനെ ബാക്കിയെല്ലാം കൂടിയൊക്കെ നമ്മൾ ചുട്ടെടുക്കട്ടെ. ഇതുപോലെ ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇളത് നോക്കിയാൽ കഴിക്കാനും ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ ഇടേണ്ടിട്ടോ. പിന്നെ ഇത് മാത്രം പോരല്ലോ, ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണ്ടേ. അതിന് സോസിന് ആദ്യം തക്കാളി ഇങ്ങനെ എരിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോർക്കുണ്ടല്ലോ, നൂഡിൽസൊക്കെ തിന്നണേ, അതിൽ ഇങ്ങോട്ട് കുത്തിയാണ്ട് വലിയുള്ളിയും കുത്തിയാണ്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. ദെൻ ഇങ്ങനെ ഗ്യാസ് തന്നെ വേണമെന്നില്ല, അടുപ്പിലാക്കിയാലും മതി കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ചൂടാക്കി ഇങ്ങോട്ട് എടുത്തു. അതിൻ്റെ തോലി ഇങ്ങനെ പൊളിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് അടിച്ചെടുക്കുക. അങ്ങനെ 4 കഷ്ണമാക്കി പച്ചമുളക് ഇട്ടു. ലേശം മല്ലിയിലയും സുർക്കയും കുറച്ച് ഉപ്പും 2 വെളുത്തുള്ളി ഇട്ടുകൊണ്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്തു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാക്കണം കേട്ടോ. അതിലേക്ക് സോസ്, പിന്നെ അടുത്ത വിഭവങ്ങൾ പറഞ്ഞത് കൂവപ്പൊടി, പൂള, ചിക്കൻ കറി, മുന്തിരി,